എന്താ സാർ ഇന്നൊരു മൂഡിലല്ലോ? പരസ്പരമുള്ള ഷെയറിങ്, അതാണല്ലോ കുടുംബജീവിതം എന്ന് പറയുന്നത്. അതെല്ലോ, ഒന്നിനും മറപാടില്ല, ആ ബന്ധം നിലനിൽക്കൂ. അപ്പൊ ഭർത്താവിനൊരു അസുഖം വന്നു, ഭാര്യ അത് അറിയണ്ടേ? എന്ന് ചോദിച്ചാ പുറത്തു പറയാൻ കൊള്ളാവുന്ന രോഗമാണെങ്കിൽ തീർച്ചയായിട്ടും പറയണം. അവരെല്ലാം ആദ്യം അറിയണ്ട സാറേ. എക്സാക്ട്ലി. പക്ഷെ ഒന്നുണ്ട് സാറേ, ഈ ഭാര്യ ധൈര്യമുള്ള കൂട്ടത്തിലായിരിക്കണം. ഇപ്പൊ എന്റെ കെട്ടിയുള്ള കാര്യമാണെങ്കിൽ കേൾക്കേണ്ട താമസം ചങ്കിരിടിച്ച് കരച്ചിൽ തുടങ്ങും. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, നാട്ടും വർഗ്ഗകാരിയ. ഇത് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളാണ്. അവൾ അങ്ങനെ പെട്ടെന്ന് കൊളാപ്സ് ആവുന്നില്ല. അതിപ്പോ പറയാൻ പറ്റില്ല, സ്ത്രീകളാവുമ്പോ. എന്ത് ഇടോ, അവർക്കാണ്ടോ നമ്മളെക്കാൾ കൂടുതൽ മെന്റൽ സ്ട്രെങ്ത്? ഇതിപ്പോ ആരുടെ കാര്യം പറയണത്? അലക്സി സാറിന് എന്ത് പറ്റി? അവന് ക്യാൻസറാ. അവനത് ഈരയോട് പറയാൻ പറ്റില്ല. അതിന് പുള്ളിക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാവും. അറിയിക്കേണ്ട സമയത്ത് അറിയിക്കാന്ന് വെച്ചിട്ടാവും. ഇതിനൊക്കെ എന്തോ നേരം നോക്കാനോടോ? നീ കൂടെ ഒഴിക്കേ, എനിക്ക് അവിടെ വരെ ഒന്ന് പോകണം. 5 എണ്ണമായി. ഇപ്പൊ പോയി ആ പ്രശ്നത്തിൽ ഇടപെടണോ? പിന്നെ നീ പോവോ? ഡ്രിങ്ക് അടിച്ചോൺസാ. അലക്സി എവിടെ? ഉണ്ട്, ഒരു ടൂർ ഓപ്പറേറ്റർ വന്നിരിക്കുന്നു. അയാളുമായിട്ടൊരു മീറ്റിംഗ്. വിളിക്കട്ടെ? വേണ്ട വേണ്ട. ഈ ടൂർ ഓപ്പറേറ്റർമാര് സായിപ്പന്മാരെ കൊണ്ട് ഇറക്കി തരുന്നുണ്ടല്ലേ. ഇപ്പൊ ഡോളറിലായിരിക്കും അലക്സി ചായന്റെ കച്ചവടം. അത് UK എന്നുള്ളൊരു ഗ്രൂപ്പിന് വേണ്ടിയാ. അവർക്ക് നമ്മുടെ ഫാമിൽ ഒരു 1 വീക്ക് സ്റ്റേ. ഈ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞ് രാസവളം തട്ടുന്നുണ്ടാവൻ അച്ചായന സൂക്ഷിക്കണം. പോടാ, നല്ല ടൈറ്റ് ആണല്ലോ സാർ. അങ്ങനെയല്ലേ വേണ്ട, ടൈറ്റ് ആയിരിക്കണ്ടേ. മീര, ഇടാ, നിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി? നീ വളരെ ഫ്രജൈൽ ആണെന്നാണ് അലക്സിയുടെ വിചാരം. അവന്റെ തെറ്റല്ല, ഒരുപാട് അവൻ സ്നേഹിക്കുന്നുണ്ട് എന്നെ. അതിന്റെ ഒരു ഓവർ പ്രൊട്ടക്റ്റീവ്നെസ് ആണ്. 7 വർഷം മുമ്പ് എന്നോട് അവസാനമായി പിണങ്ങി നമ്മുടെ മകനെയും കൂട്ടി ഒരു പാതിലേക്ക് ബാന്ദ്രയിലെ ഫ്ലാറ്റിൽ നിന്ന് ഒരു സ്റ്റേൺ ഗുഡ് ബൈയും അടിച്ചൊരു ടാക്സി കയറിപ്പോയി. നീ ഉണ്ടല്ലോ, നിന്റെ ഗട്സ് അതെവിടെ പോയി? അതൊന്നും എവിടെയും പോയിട്ടില്ല. അതിലും ഇരട്ടി കോൺഫിഡൻസിലും സെക്യൂരിറ്റിയിലുമാണ് ഞാൻ എന്നും ജീവിക്കുന്നത്. പിന്നെ എന്തിനാ നിന്നോട് ഒളിച്ചു വെക്കുന്നു? നീ അതറിയേണ്ടതല്ലേ മീര? ഒരു കാര്യം ഞാൻ പറയാം, ഏത് ടെർമിനൽ രോഗമാവട്ടെ, ഭാര്യയ്ക്കോ ഭർത്താവിനോ ആർക്കോ ആവട്ടെ, അവർ ഒരുമിച്ചല്ല അതിനോട് ഫൈറ്റ് ചെയ്യണ്ടേ. രഘു ഉച്ചയ്ക്ക് കള്ളടിച്ച് വന്നിരുന്ന് എന്ത് ഭ്രാന്തായി പറയുന്നത്? എന്തോന്ന് ടെർമിനൽ ഇൽനസ്? ഇതാരുടെ കാര്യാ? അലക്സിയുടെ. അവന് ക്യാൻസർ ആണ്, അത് നീ അറിയണ്ടേ? അലക്സിക്ക്? യെസ് യെസ്, ഹി ടോൾഡ് മീ. നിന്നോട് അവൻ പറഞ്ഞിട്ടില്ല, അവൻ അതും പറഞ്ഞു. നീ വേദനിക്കാതിരിക്കാൻ നുണ പറഞ്ഞു. സിറ്റുവേഷൻ കുഴിപ്പിക്കാൻ ഒരു പാർട്ടി നടത്തി. ദാറ്റ്സ് ഫൂളിഷ്നെസ്. മിടുക്കന്മാരായ ഡോക്ടർമാരും അഡ്വാൻസ് മെഡിസിൻസും ഉള്ള ഈ കാലത്ത് ഇങ്ങനെ ഒരുമാതിരി ഒളിച്ചുകളിയും മെല്ലോ ഡ്രാമയൊന്നും ആവശ്യമില്ല. രഘു സ്വബോധത്തോടെയാണോ സംസാരിക്കുന്നത്? അതെ, അതിനെ ഇപ്പം മദ്യബോധം എന്ന് വിളിക്കാൻ 2 പ്രയോഗത്തിലൊന്നാ. പിന്നെ അതെ, വേറൊരു കാര്യം, ഈ അമേരിക്കയിൽ പോയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ എന്തൊരു മണ്ടം പരിപാടിയാ. എന്ത് കാര്യത്തിന്? നമുക്കിന്ന് കേരളത്തിൽ കിട്ടാത്ത ഒന്നും ആ പന്ന നാട്ടിൽ കിട്ടില്ല. അമേരിക്ക പൊളിറ്റിക്കലി മലബന്ധത്തിന്റെ വായനാറ്റത്തിന്റെ മറ്റൊരു പേരാണ് അമേരിക്ക. ഒരു കോളത്തിലെ നാടാണത്. ഈ കൊളംബസിനെ വേണം പറയാൻ. കൊളംബ്. ആ അലക്സി വന്നല്ലോ. ഞാൻ ഇവളോട് അതങ്ങ് പറഞ്ഞു. നിന്റെ മുഖത്തുനിന്ന് കേൾക്കുമ്പോഴല്ലേ അവർക്ക് ടെൻഷൻ ആവും. ഞാൻ ഔട്ട്സൈഡർ അല്ലേ, എനിക്ക് പറയാമല്ലോ. നമുക്ക് അമേരിക്കയിലും പൂഞ്ഞാറ്റിലൊന്നും പോണ്ട. ഇവിടെ ഉണ്ടടാ, ഒരു പനി വന്നു പോകുന്ന നേരം കൊണ്ട് ഈ ഭേദമാക്കുന്നവര് ഈ കീമോതെറാപ്പി ചെയ്യുമ്പോൾ തലമുടി പോകുന്നേ ഉള്ളൂ. ഇവരുടെ കാര്യത്തിൽ അതും പേടിക്കണ്ട, ഓൾറെഡി മൊട്ടയല്ലേ. അലക്സി, നീ എന്നോട് നുണ പറഞ്ഞോ? ഞാൻ പറയാം. ഐ ക്യാൻ എക്സ്പ്ലെയിൻ മീര. ഇപ്പൊ ടെൻഷനൊക്കെ മാറിയല്ലോ. അവക്കിപ്പോ കാര്യം അറിയാം. ഞാൻ പറഞ്ഞ മറക്കണ്ട, അമേരിക്ക യാത്ര പറഞ്ഞ നമ്മൾ ഇത് ഇവിടെ തന്നെ ട്രീറ്റ് ചെയ്യുന്ന എന്താ?
ഇനി വല്ലതും സംഭവിച്ചാൽ തന്നെ അത് ഇവിടെ വെച്ചാകുന്നത് അപ്പോഴും നല്ലത്. Thank you so much. Let me sort this out. ഇനി എന്ത് സോർട്ട് ഔട്ട്? പിള്ളേരോട് ഡ്രിങ്ക് ഫിഷ് ചെയ്യാൻ പറ. Will you please leave now, Raghu? ആ വാചകം എമോഷണലി കറക്റ്റ് അല്ല. യു ഷുഡ് സേ ജസ്റ്റ് മാൻ എന്ന് വെച്ചാൽ ഇറങ്ങി പോടാ. നീ പോയി നിന്റെ കെട്ടികളുമായിട്ട് ക്യാൻസറിന്റെ മെല്ലോ ഡ്രാമ കളിക്കുക. ക്യാൻസർ? What is this cancer, man? Me. Meera. Why did you do this? ചിലപ്പോൾ ചില പ്രത്യേക സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടി മറ്റൊരാൾ സംസാരിക്കേണ്ടി വരും. അതേ ഞാൻ ചെയ്തുള്ളൂ. ഇപ്പൊ ചിലപ്പോൾ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവും. സാരമില്ല, മാറിക്കോളൂ. ഇനി മാറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താ ജോൺ സാർ? ഇവിടെ നിന്ന് പോയതും അവിടെ പോയി സംസാരിച്ചതൊന്നും സാറല്ല, ഉള്ളി കിടക്കുന്ന കള്ളാന്ന് ഞാൻ പറയും. എന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ ഡ്രിങ്കിന്റെ പുറത്ത് ചെയ്താണെന്നോ? അതെ, അല്ലെങ്കിൽ സാർ അവിടെ പോവില്ല. അലക്സി സാറ് പറയാതെ വെച്ചത് വിളിച്ചും പറയൂല. സാറൊന്ന് ആലോചിക്കും. ആ ആലോചനയാണ് സ്മോളിന്റെ മേലെ ഇല്ലാണ്ടാവണേ. ജോൺ സാർ, നീ എന്താ ഇങ്ങനെ? ഒരു യോഗ്യതയില്ല സാർ സാറിനോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ. കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് ഒഴിച്ചു കൊടുക്കുക, കാശ് മേടിക്കുക, അത്രേ ഉള്ളൂ എന്റെ ജോലി. വലിയ റെസ്പെക്റ്റ് ആണ് സാർ, അതുകൊണ്ട് പറയാ. സാർ ഒരുപാട് കാലം ഇവിടേക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. സാർ ആ മേനോൻ സാറിനൊന്ന് നോക്കിയേ. 14 വർഷമായിട്ട് ഞാൻ കാണുന്നത്. റിട്ടയർ ആയതിനു ശേഷം എന്നും വരും. 2 പെഗ്, അതിനപ്പുറത്തേക്കില്ല. ഒന്ന് നാക്ക് കുഴയുന്നതോ കാലിടുന്നതോ ഞാനിതുവരെ കണ്ടിട്ടില്ല. പുള്ളി കള്ളിനെ കുടിക്കുക, കള്ള് പുള്ളിയെ കുടിക്കുകയല്ല. സാറിന്റെ കാര്യം തിരിച്ചാ. ഒരു ബ്രേക്ക് എടുക്കുക സാറേ. നീ ഒരു ഡ്രിങ്ക് എടുത്തേ. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള സമയം ഏതാണ്ട് 10-14 പെഗ്ഗെങ്കിലും ഉള്ളിലെത്തുന്നുണ്ട്. ഇതിങ്ങനെ എത്ര കാലം പോകും സാറേ?